നമ്മൾ നമ്മുടെ പുതിയ പറമ്പിലേക്കൊരു യാത്ര. പുതിയ പറമ്പ് എവിടെയാന്ന് ചോദിച്ച് മനസ്സിലായി. എന്നിട്ട് നമ്മൾ ഈടത്തം വരെ വന്നു. ഈടെ വരെ വന്നിട്ട് ഈടെ ഇങ്ങനെ വെള്ളമായതുകൊണ്ട് എന്നാൽ നമ്മൾ തിരിച്ചു പോയി. കുറച്ച് നടക്കാണ്ട് വിചാരിച്ചിട്ട് തിരിച്ചു കഴിഞ്ഞ് അപ്പോഴത്തേക്കും അടിയിലൊരേട്ടൻ പറഞ്ഞു, നീ കുറച്ച് വയസ്സുള്ള ഒരാളാണ്. അവർ പറഞ്ഞു എന്നാണ് അത് പോയപ്പാട് അങ്ങ് കാണാൻ കഴിയും, പെട്ടെന്ന് കാണാൻ കഴിയും എന്ന് പറഞ്ഞു. അന്നേരം എന്നാൽ നോക്കാൻ കുറച്ച് മാമൻ ഒന്നും കൂടെ ബൈക്ക് എടുത്തിട്ട് വരാൻ കുറച്ച് വന്നതാണ്. ഇതാ ആ പുറ്റല് ഇതാറ്റാണോ എടുക്കുന്നുണ്ട് വീഡിയോ എടുക്കുന്നുണ്ട്. റോഡന്നെ എടുക്കുന്നു. എത്തിയാ ഇത് നമ്മളെ ഒരു വലതെടുത്ത് ഇടതും കൂടി എടുക്കണം, എന്നാലും കാണുന്ന നമ്മളെ ഓർമ്മ പോലും. അതെടുത്തു. ഇതാണ് നമ്മളെ പറമ്പ്. കളിയില്ലായിരുന്നു പറഞ്ഞില്ലേ? ഒന്നിലിട്ടിട്ട് മെല്ലെ മെല്ലെ കാല് കയറ്റി വെച്ചിട്ട് പോയിക്കോളെ. ലോറിയിൽ ഇതിലൂടെ പോവാ. അതാ പുഴ. നമ്മളെ പെരുമ്പപ്പുഴേൻ്റെ അടുത്ത് തന്നെ നമ്മളെ വീട്. അല്ല വീടല്ല, നമ്മളെ ഇതല്ലേ പറമ്പ് സെക്യൂർ. അല്ല മാമ പറമ്പില് പറമ്പിലല്ലോ. അതാ മീനെ പിടിക്കാൻ ഞാൻ പോലേ ഫ്രണ്ടായിരുന്നു കുഞ്ഞാ. ഇതൊന്നല്ല നമ്മള്, ഇത് കുറച്ചുകൂടി നല്ല ഓർമ്മ. മലയാളിയെ रोड कदा हुआ रोड कदा
इधर एक मुस्लिम का लैंड है, मुस्लिम का एक लैंड ഈ नदी के किनारे मलयालम जाने वाला कोई नहीं है। ये फार्म है, ये फार्म है। വീഡിയോ കെട്ടണോ സ്ഥലം കുറച്ചും കൂടെ പോണം. തെങ്ങെല്ലാം കാണിച്ച് എത്ര തെങ്ങിൻ്റെ നോക്കട്ടെ, ഇതിൻ്റെ മുകളിലെന്തെങ്കിലും ഉണ്ടാവും. പറ്റി അടിക്കണം ഇടാൻ പാടില്ല. പോ എൻ്റെ പറമ്പ പോട്ട് പാടകരാണ് റെന്റ് ചെയ്ത പോയി. ഇല്ല 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 ഫോർവേഡ് ബൈ ഫോർവേഡ്. ഈ കോർണറിലാണ്, ഈ ടേണിങ്ങിലാണ്. ആ ഈ ടേണിങ്ങിലാണ് കാണിക്കുന്നത്. ആ വീഡിയോ കാണിക്കുന്നത്. നമ്മിപ്പോൾ അതിൻ്റെ മേലെ ആയില്ല. ഇതാ ഗൈസ്, ഇതാണ് എൻ്റെ പറമ്പ്. എന്നല്ലേ ഇതാ നോക്ക് കാണിക്കാൻ. ഞാൻ മടുപ്പോയി. ഇതാ ഗൈസ് ഫോക്കസ് ആവും. ഇതാണ് എൻ്റെ പറമ്പ്. അങ്ങോട്ട് പോലെ അല്ല ഈടൊക്കെ ഇല്ല. ഈടെ മറ്റേ എന്നാന്ന് അതിൻ്റെ വരുന്നാന്ന് അട്ടയെല്ലാം ഉണ്ടാവില്ലേ? ആ അട്ടയെല്ലാം ഉണ്ടാവും. ഇതാ പറമ്പ്. ഓക്കെ, പറമ്പ് കണ്ടിട്ട് പറയണ്ട, പറമ്പുണ്ടാവും. ഇതാണെങ്കിൽ എങ്ങനെ നമ്മൾ തെങ്ങ് ഇതാ ആ മൂല ഇതായിരിക്കൂടാ സ്ഥലം. ഈ കട്ടച്ചിക്രിപ്പിന്റെ പറമ്പലൊക്കെ രാജഗിരിപ്പിന് പറമ്പിലേക്ക് റോഡുണ്ട്, പക്ഷെ അങ്ങോട്ടേക്ക് പോകാനുള്ള വഴിന്ന് വെച്ചത് ഇതാ. വഴിന്ന് വെച്ചതാ തേങ്ങയിലുണ്ട് ഇഷ്ടം പോലെ, പക്ഷെ തേങ്ങയിലിങ്ങനെ നീന്തി എടുക്കേണ്ടി വരും. നോക്കട്ടെ. ഏറ്റവും വൃത്തിയായിട്ട ഗ്രൂപ്പ് ഞാൻ ഇത്രയും നാളായിട്ട് കണ്ടത് രാജ് ഗ്രൂപ്പാണ്. ഗ്രൂപ്പിന്റെ തേങ്ങ ഇത് എസ്റ്റേറ്റ് എന്ന് പറയാം അല്ലേ, തേങ്ങ എസ്റ്റേറ്റ്. തേങ്ങ ഇതെന്നറിയാം. തേങ്ങക്ക് വില കൂടിയപ്പോൾ രാജ് ഗ്രൂപ്പ് തീരുമാനിച്ചു ഇതിന് പൈസ കൊടുത്ത് തേങ്ങ വാങ്ങില്ല. ഇതാ രാജ് ഗ്രൂപ്പ് എന്നാണ് അതിൻ്റെ ഏതോ ഒരു ചങ്ങായി വെകിടി അസിസ്റ്റൻ്റ് ആറ്റാവുന്ന് പറയുന്നത് അങ്ങോട്ട്. ആ ഇതെൻ്റെ പറമ്പാണ്, ഇല്ലാണ്ട് ഈ ഏതോ ആള് ഒന്നല്ല. ഇതെൻ്റെ പറമ്പ്. ഞാൻ തേങ്ങക്ക് വില കൂടിയോണ്ട് വാങ്ങാന്ന് വെച്ച് വാങ്ങി. കാരണം നമുക്ക് പറമ്പിന് വില വിഷയമില്ലല്ലോ, ഞാൻ പറയുന്നില്ലല്ലോ. എനിക്കറിയില്ല അത്രയും. ഇതാണ് എൻ്റെ പറമ്പ്, ഇല്ലാണ്ട് ഇയാളെ പറമ്പല്ല. ഇതാ ഈ സാധനമെല്ലാം ഉണ്ട്, പിന്നെ ഈ സാധനമുണ്ട്, പിന്നെ ആ തെങ്ങുണ്ട്, പിന്നെ ഈ തെങ്ങുണ്ട്, പിന്നെ ആ ചെടിയുണ്ട്, ഈ ചെടിയുണ്ട്, വെള്ളമുണ്ട്, കുറേ തരം മീനും ഉണ്ട്. എന്നാണ് രാജ് ഗ്രൂപ്പല്ല, അത് ഈ മാമൻ ഉണ്ടാക്കിയ ഏതോ ഒരു ബഗഡ് ഗ്രൂപ്പാണ്. ഇതാ
എൻ്റെ പറമ്പായത്. എൻ്റെ പറമ്പിലേക്കുള്ള വഴി കാണിച്ചു തരാം. അങ്ങോട്ടേക്ക് പോയാൽ കുറച്ച് പോയാൽ വഴി തരും. വീടിയാണ്, ഇതിലോ കൂടെയാണ് നമുക്ക് പോകാൻ കഴിയുക. അതിൻ്റെ വീഡിയോയെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. ഓക്കെ ബൈ. അത് എന്നീട് ഇറക്കുന്നില്ലേ? ആ കണ്ടു. ഞാൻ വീഡിയോ എടുക്കുന്നൊന്നുമില്ല. ഞാൻ വെറുതെ പറഞ്ഞ എന്നാൽ ഗ്ലാസ് വെക്കും, സൈഡ് ഗ്ലാസ് വെക്കും. ചാണകമുണ്ട്. ഞാനെ വായോർന്നു പോയി. ആ ആ കാട്ടുകഴിഞ്ഞ തോന്നും പോലെ പറയുന്ന അതാ അവിടെ കാട്ടമ്പലം, കാട്ടാറ്റ. ഇതാ ജേഴ്സി പശു, ജേഴ്സി പശു, ജേഴ്സി പശു. ഇതാണ് നമ്മളെ സോമൻ പശു. ഇതാ നമ്മളെ ബോബോ കൂട്. ഇതാണ് വേറൊരു വഴി, വീടിയാണ് വേറൊരു വഴി. ഇതാണ് നമ്മളെ ബിംബ്ലൂമ്പ എന്ന പശു. ഇതിൽ കൂടെ നേരെ പോകുമ്പോൾ കാണുന്നതാണ് നമ്മളെ ഗുണ്ടൻ വഴി. ഗുണ്ടൻ്റെ അർത്ഥം എന്നാ അറിയാം? ഗുണ്ടൻ, ഗുണ്ട് കത്തിച്ചിട്ട് ഓടും ചങ്ങായി, വീട്ടിലേക്ക് എറിയുകയും ചെയ്യും. കത്തിച്ചിട്ട് എറിയും, മനസ്സിലായോ? മുണ്ടച്ചക്കി എടുത്തെറിയും, മുണ്ടൻ. നല്ല വെള്ള പെയിന്റ്. എന്നാൽ എത്രത്തോളം ഓക്കെ ബൈ.